പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ ചെതറി നിൽക്കുന്നവരുണ്ട്, മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരുണ്ട്, മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്, പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്കും അറുതി വരുത്താൻ അങ്ങയോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഓരോരോ മനുഷ്യരെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയും ചെറുത്തു നിൽപ്പിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് ന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയും അത് പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെയെല്ലാം നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ, ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ, ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കുകയും നീ വിജയശ്രീ ലാളിതനായി തിരികെ വരാൻ
ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാനൊരിക്കലേ ഒരു ചേട്ടായി, ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിൽ ശത്രുക്കളെ അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മരിച്ച ആളും ജ്യേഷ്ഠനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെണമെടുക്കാൻ പോയി. എന്നാൽ പള്ളിയിലൊക്കെ കൊണ്ട് ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല. അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇങ്ങയുടെ കയ്യിലുമൊക്കെ തോക്കുണ്ട്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ നിഹരിക്കാൻ പറ്റും. അതുമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെയ്യാതെ, കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയില്ല. അന്ന് വിട്ടുപോയില്ല. വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം, അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അപ്പം എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. ഒരു വെളുപ്പിന് 3 മണിയായി. ബന്ധപ്പെട്ടവരും അടുത്തുള്ളവരൊക്കെ അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി. അപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞ, കർത്താവ് ഇയാൾക്ക് അഭിഷേകം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഇങ്ങനെ അഭിഷേകം കൊടുക്കണം. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, നമുക്ക് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ബൈബിളെ കൈവെക്കാൻ പറഞ്ഞു. ബൈബിളെ കൈവച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ. ഞാൻ നിൻ്റെ ഒരു കപ്പേറിനെ പോലെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്നും മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നീ എന്നെ സഹായിക്കണം, ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ 11 പറഞ്ഞു. പിന്നെ വേറെ ഒരു നമ്പർ കൂടി പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാനെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിടക്കുന്നത് യോഹന്നാൻ 11 ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കുന്നത്. നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴീ മനുഷ്യൻ കണ്ണു നിറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല, അത് മതിയെന്ന് പറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും. അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന്, അത് ഇവരും കടൂരമായൊരു വേദനയപ്പെട്ട് പോവുകയെന്ന്. ചെറുപ്പക്കാരൻ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, സ്നേഹിച്ചതിനെ ജീവിച്ചു. പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. ഞാനാണ് അന്ത്യ ഉപചാരങ്ങൾ ചെയ്തത്. പിന്നെ ആശുപത്രിയിൽ പോയി ലാസാക്രമണി ഞാനാണ് കൊടുത്തത്. എനിക്ക് അവരുടെ ഞാനന്ന് കൊച്ചച്ഛനായിരുന്നു. എനിക്ക് ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് അന്ന് പരിചയമില്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അവർ പറയണ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും. പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദം ഇല്ലായിരുന്നു. പക്ഷേ 93-92 കാലഘട്ടത്തിൽ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിവരെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു. എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു, ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ പള്ളിയിൽ നിന്ന്, അവിടെ സ്ഥലത്ത് നിന്ന് അവരുടെ പള്ളിയിൽ നിന്നപ്പോൾ അവരെന്നെ കാണാമെന്നാണ്. ഉച്ചക്ക് വന്ന് കണ്ട് ഊണ് കൊടുത്തു. പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ശശി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവരെന്നോട് പറഞ്ഞു, ഐശ്വര്യ 54:5 എന്ന് പറഞ്ഞു. എനിക്ക് അന്നത്തെ ഒരു കാലം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ധരിക്കുന്ന രീതിയിൽ
അന്നത്തെ കാലത്തേക്ക് അതൊന്നും അത്രയും ഈ ജനമിങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ്. യേശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നുവെച്ചാൽ സർവശക്തനാ എന്നാണ് അവിടുത്തെ നാമം. അപ്പം ഞാനോർത്ത് ദൈവമേ, ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലാണ് ദുഃഖത്തിൻ്റെ, അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ? അപ്പം ഇവിടെ ഭർത്താവിനേക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവർ അതിജീവിച്ചിരിക്കുകയാണ്. ആരെക്കൊണ്ട്? ക്രിസ്തുവിനെ കൊണ്ട്. അതായത് ക്രിസ്തുവിനെ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു അവസരമാണത്. അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. നമുക്കറിയാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ? കുരുമുളക്, പണ്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു കഥ ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, തിരുമേനി, നമ്മളെ കുരുമുളക് തൈയും കൊണ്ട് അവർ പോയി, ഇനിയിപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല, നമ്മൾ പട്ടിണിയായി പോകുമെന്ന് പറയും. ഉടനെ സാമൂതിരി പറയവേ, കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക്, പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, എന്തൊരു ജ്ഞാനമാണ്! തിരുവാതിര എന്ന് പറഞ്ഞ് നമുക്കറിയാമില്ലേ? നമുക്ക് ഈ വർഷകാലത്തെ തിരുവാതിരയ്ക്ക് പെയ്യുന്ന 140 മഴയിലാണ് കുരുമുളകിൻ്റെ ബീജഭാവങ്ങളും എല്ലാം നടക്കുന്നത്. അത് നമുക്ക് ദൈവം ദാനമായി നൽകിയാണ് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ എനിക്ക് പേടിയാണ്. കാര്യം നമ്മളാകപ്പാടെ ഇവിടെ അവശേഷിക്കണം നമ്മുടെ പഴയ കാലാവസ്ഥയിൽ. അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത്. എന്താണിത്? ക്രിസ്തുവിനെ, അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന എന്താണ്? ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ തറ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത്. കൊടിയ ദുഃഖത്തിൻ്റെ, ഭർത്തൃവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. കാര്യം എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങൾ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളുണ്ടല്ലോ, മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണാതെ കണ്ട ഒരനുഭവമാണ്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 Corinthians 26. മരണമെന്ന അവസാന ശത്രുവും ക്രിസ്തുവിന്റെ പുറത്തുള്ള മരണമാണ്. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അടിപൊളി! ആര്? ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ, മരണം നശിപ്പിക്കപ്പെട്ടില്ലേ. ദൈവം സമസ്തവും അധീനമാക്കി അവൻ്റെ പാദത്തിന് അധീനമാക്കി. അതാണ് സംഭവം. അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ, നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടോ എന്ന് പറയുമ്പോഴും, അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും. അമ്മ പറയും, എനിക്കറിയിക്കേണ്ട ഒരാളെ ഞാൻ അറിയിച്ചു, ഒരു ഡോക്ടറെ എന്ന് പറയും. നാട്ടുവർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വേണ്ടത്? ആരാണ്? അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന്, യേശുവാണ് കർത്താവ്. എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരാണെന്നറിയാമോ ഈ ചേടത്തിമാർ ICU വിളിച്ചുകൊണ്ട് പോരണത്? എന്താ കാര്യം? കർത്താവിൻ്റെ നാമം, ദൈവം സമസ്തവും. നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന അതിനെ പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ്.
എൻ്റെ ദൈവത്തിലെ എനിക്ക് പലപ്പോഴും നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരാവശ്യമില്ല. ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ വെറുക്കപ്പെട്ട മനുഷ്യരില്ലേ, അതുപോലെ തള്ളപ്പെട്ട മനുഷ്യർ, അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക്, കാര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലും പഞ്ചാരം പോരാ, ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ, സന്തോഷവും രുചി നമുക്ക് തോന്നും. അപ്പോൾ അഭിരുചി ഉണ്ടാകും. ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും. വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും, ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ, അതിനാണ് അഭിരുചി എന്ന് പറയണത്. ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നത്തില്ലേ, അതിനാണ് അഭിരുചി. അത് കഴിക്കുമ്പോഴാണ് രുചി. അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക്, ഇപ്പോൾ എനിക്ക് ചില സമയത്ത് അങ്ങനെ പൊക്കി പറയുകയല്ല, എനിക്ക് ഇത്തിരി സമയം ഫ്രീ കിട്ടിയാൽ ഞാൻ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്, ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല. അതാണ് ക്രിസ്തു. ചില സമയത്തവർക്ക് ദൈവമേ, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യമാണ്. പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ്ഹുഡ് അടിപൊളി. ക്രിസ്തുവിനെ അറിയാൻ, കാര്യം മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ, കൂദാശയിലുള്ള ക്രിസ്തുവില്ല. അത് വേറിട്ടൊരു സംഭവമാണ്. സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാനിൽ 2.5 മണിക്കൂർ തൊട്ട് 3 മണി വരെ എടുത്ത് ഞാൻ കുർബാനയിലിട്ടുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾ വായിത്തോളം പറഞ്ഞതല്ല, ഈ നമ്മൾ പബ്ലിക്കായിട്ട് കുർബാനയുള്ള പോലെയല്ല, ഒറ്റയ്ക്ക് ക്രിസ്തുവുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ, അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ്. കാര്യം കുർബാനയുടെ ലിറ്റർജിയുടെ ഓരോ വാക്കുകളും കർത്താവെ കനിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിയുമെങ്കിൽ നമ്മുടെ കണ്ണു നിറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താ കാര്യം? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും. ഒരു കുതിരപ്പുറത്ത് അശ്വാരൂഢനായി ആധികാരികമായിട്ട് വിജയശീലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും, കർത്താവെ കനിയണമേ, ലോർഡ് ഹാവ് മെർസി ഓൺ us. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അവരുടെ വസ്തുക്കൾ കൊള്ള ചെയ്ത് നീ വരികയാണ്. കർത്താവെ നീ നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്ക് ഇത്തിരി തരണമേന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ സ്വർണവിൻ്റെ ഒക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി വാരി കൊടുക്കും. ഇതാണ് റോമൻ ചരിത്രം. ഇതിൽ നിന്നാണ് കർത്താവെ കനിയണം, ലോർഡ് ഹാവ് മെർസി ഓൺ us എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ കാര്യം? കർത്താവാണ് പാപത്തെ ജയിച്ചത്, സാത്താനെ തകർത്തത്, കൃപയെ പുനരുദ്ധരിച്ചത്. ആ കൃപയിൽ ഈ കുർബാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. ഇത് മനോഹരമാണെന്നറിയാമോ? നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യ അക്കാദമി കുർബാന ചെയ്യുമ്പോൾ 3 പ്രാവശ്യമല്ല കർത്താവ് വഴിയെന്ന് പറയണത്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണത്? കർത്താവിനെ കുറിച്ച് ആ മനുഷ്യൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ലൈനിൽ വരുന്നത് വരെ ഞാൻ പറയും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താണ്? നീ നേടിയ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ നിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കട്ടെ. അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയണതിൻ്റെ കാര്യം. അതാണ് നമ്മുടെ പൗരോഹിത്യത്തിന് വരുന്നപ്പോൾ ശുശ്രൂഷ വരണം. എന്തുകൊണ്ടാണ്?
ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവർ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയെക്കുറിച്ച് പറയും, സഭയെക്കുറിച്ച് പറയും. യു ഡോണ്ട് മൈൻഡ്, കേൾക്കുക പോലും നിങ്ങൾ ചെയ്യരുത്. എന്താ കാര്യം? ദിസ് ഇസ് നോട്ട് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളതല്ലേ. ഇപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും, ഞാൻ മൈൻഡ് ചെയ്തത്. എന്താ കാര്യം? ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും, അപ്പം ഞാനതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും. അതങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ, നമുക്ക് തിരുത്താമില്ല, എന്താ കുഴപ്പം, ടു ബി ഓപ്പൺ, അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്ത് മുമ്പ് തലവെച്ച് നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ അറിയാൻ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച്, അവൻ്റെ പേര് നവീൻ കൃഷ്ണ എന്നാണ്. നവീൻ കൃഷ്ണനെ ഇപ്പോൾ എഴുത്ത് തുടങ്ങിച്ച്, അവരുടെ അമ്മയും അപ്പനും എന്നോട് പറഞ്ഞു, അച്ഛാ മാതാവിൻ്റെ കൊച്ചാണ് കേട്ടാന്ന് പറഞ്ഞു. മാതാവ് നൽകിയ കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മാതാവ് എപ്പം നൽകിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളാണ് അച്ഛാ ഇവിടെ ഉടമ്പടി ചെയ്ത ആദ്യത്തെ ആൾക്കാരെന്ന്. 2 ഹൈന്ദവ സഹോദരങ്ങളാണ്. ഞങ്ങളൊക്കെ ഉടമ്പടി ചെയ്യുമ്പോൾ 5 പേരൊക്കെ ഉണ്ടായിരുന്നുള്ള ഉടമ്പടിക്കെന്ന്. 2015 ഏതാണ്ട് നവംബറിലാണ് നമ്മൾ ഉടമ്പടി തുടങ്ങണത്. 1 മാസം കഴിഞ്ഞാണ് ഇവർ വന്ന് ഉടമ്പടി ചെയ്തത്. അവർക്ക് 20 വർഷമായിട്ട് മക്കളില്ലാതിരുന്നു. അവർ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, 20 വർഷമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 വർഷമായിട്ട് മക്കളില്ലെങ്കിൽ തന്നെ വൈദ്യശാസ്ത്രം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. കാര്യം ഒരുമാതിരിപ്പെട്ട മരുന്നൊക്കെ നമ്മളവിടെ ചെയ്തിരിക്കും. ഇപ്പോഴേ ഇങ്ങനെ ഒരു സങ്കല്പം തന്നെ, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള ആഗ്രഹമില്ലേ, ആ ആശ തന്നെ അങ്ങ് കെട്ടുപോയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാക്ഷ്യം. ഈ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ ആഗ്രഹവും അങ്ങ് അസ്തമിച്ചു പോയി. ഞാൻ കുറേ കാര്യങ്ങൾ ഈ നവീൻ കൃഷ്ണനിൽ നിന്ന് ഇപ്പോൾ പഠിച്ചു. എന്നാൽ ഒരു ആഗ്രഹം അസ്തമിച്ചു പോയാൽ, നിൻ്റെ ഒരു വിഷയം നിൻ്റെ ആഗ്രഹം അസ്തമിച്ചു പോയാൽ, ഇങ്ങനെ ഒരു ആശ തന്നെ ഇല്ലാതെ വന്നാലും അമ്മയിൽ നീ ആശ്രയിച്ചാൽ നിൻ്റെ ആശ, കെട്ടുപോയ ആശകളെ തിരിച്ചു കൊണ്ടുവരികയും വചനം മാംസമാക്കി നിന്നെ കാണിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിന്നെ ദൈവത്തിൻ്റെ ഉപകരണം മാറ്റുകയും ചെയ്യും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമ്മൾ അനുഭവവേദ്യമാകണത്. കൃപാസനത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സങ്കല്പമായിട്ട് ഇവിടെ ചെയ്തിരിക്കണമല്ല. ജീവിക്കണ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇല്ലേ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, സത്യദൈവവുമായി വ്യക്തിപരമായി ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ, ശക്തി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇത് പാലിച്ചു കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഒരു കാരണവശാലും പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങരുത്. കാര്യം ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്കെന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. ഉടമ്പടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ? ഉടമ്പടി വിഷയങ്ങളെ ഇപ്പോൾ ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ്. എൻ്റെ പേര് ത്രസ്യാമ ജോസ്, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ ജനറൽ നേഴ്സ് കഴിഞ്ഞു, BSc പഠിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് 30 ലക്ഷം രൂപ ലോൺ എടുത്തു പോയി. അവിടെ ചെന്ന് പഠിച്ച് പാസ്സായി. പക്ഷേ ഇവിടുന്ന് പോയപ്പം ഏജൻസിക്കാർ പറഞ്ഞു അവിടെ ചെന്ന് പഠിക്കുന്ന പിള്ളേർക്ക് IELTS ആവശ്യമില്ലെന്ന്. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ IELTS ഇല്ലാതെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ആ കൊച്ച് അവിടെ IELTS എഴുതിയിട്ട് പല പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഫലമായിട്ട് IELTS കിട്ടി. IELTS കിട്ടിക്കഴിഞ്ഞ് രജിസ്ട്രേഷനിൽ ചെന്നപ്പോഴത്തേക്കും ഇവരുടെ വിസയുടെ കാലാവധി തീർന്നില്ല. ഈ ജനുവരി 8 കൊണ്ട് വിസ തീരും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പം രജിസ്ട്രേഷൻ ഇട്ട ഉടനെ നടക്കുന്നുമില്ല. അവർ PR-ന് കൊടുത്തു, അതും കിട്ടിയില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ഡിസംബർ 29-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ് 3-4 പ്രാവശ്യം എൻ്റെ മകൻ എന്നെ വിളിച്ചു. അമ്മ എന്നാ പറഞ്ഞു, അമ്മ അച്ഛനെ കണ്ടോന്ന്. ഞാൻ ഫോൺ ഓഫ് ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെയും വിളിച്ചു. ഞാൻ അവനോട് വെറുതെ നുണ പറഞ്ഞു. അത്രയും ദിവസമെങ്കിലും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടു. അച്ഛൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മക്കൾക്ക് പുതുവർഷത്തിൽ മാതാവ് ഒരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞെന്ന്. അത് കേട്ട് അവർ സമാധാനത്തോടെ ഇരുന്നു. അന്നേരം അവനെന്നോട് പറഞ്ഞു, അമ്മേ 7-ാം തീയതിയോ ഓഫീസ് തുറക്കുള്ളൂ, ജനുവരി 7-ന്, 8-ാം തീയതി വരെയോ ഞങ്ങൾക്ക് കാലാവധി ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ അത്ര ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയിരിക്കുക, അമ്മ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 7-ാം തീയതി വിളിച്ചു, അമ്മ ഇന്നൊന്നും വന്നില്ല. 8-ാം തീയതിയും വിളിച്ചു, അമ്മ ഉച്ചയായിട്ട് ഒരു മെയിലൊന്നും വന്നില്ല, ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുക, തിരിച്ചു പോരാനെന്ന് പറഞ്ഞു. അന്നേരപ്പോൾ ഞാൻ പറഞ്ഞു, മകനെ ശകലം കൂടെ നോക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചെന്നെ വിളിച്ച് ചോദിച്ചു, അമ്മ ഇനി എന്നാ പള്ളിയിൽ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, പോകാവിടാ, എന്നാൽ അമ്മ സാക്ഷ്യം പറയണം കേട്ടോ, PR കിട്ടി, മെയിൽ വന്നെന്ന് പറഞ്ഞു. അമ്മച്ചെന്ത് സാക്ഷ്യം പറഞ്ഞത്? അമ്മ വീട്ടിൽ ചെന്നപ്പോൾ മകൻ വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ അച്ഛനെ കണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലേ? അതിന് മറുപടി അമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അമ്മച്ചൻ നുണയാ പറഞ്ഞു. പക്ഷേ അത് അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണത് പറഞ്ഞത്. അവന് മകൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാ അച്ഛനെ കണ്ടു, അച്ഛൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു പുതുവത്സര സമ്മാനം നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഇല്ലേ? പുതുവത്സരം. ഈ വത്സരങ്ങൾ, വർഷങ്ങൾ, ഡേറ്റുകൾ, മാസം, സമയം, ഇതൊക്കെ കൃപാസനത്തിലെ അമ്മയുടെ വിഷയങ്ങളാണ്. എങ്ങാനും ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ഇന്ന് എത്രയോ പേരാ അത് പറഞ്ഞത്, സ്വാധീനമുണ്ടെന്ന്. അധികാരമുണ്ടെന്ന് ഞാൻ പറയണില്ല. അധികാരം ദൈവത്തിനല്ലേ. ദൈവത്തോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് സ്വാധീനം വരുന്നത്. അപ്പോൾ അവർ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു പുതുവത്സരത്തിൽ. അപ്പോൾ ആ ഡേറ്റിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അമ്മ പാറ പോലെ അങ്ങനെ ആ ഡേറ്റിൽ ഉറച്ച് നിൽക്കുകയാണ്, ചലിക്കാതെ നിൽക്കുകയാണ്. അപ്പോഴങ്ങനെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ഉടമ്പടി നിബന്ധനകളിൽ ഉറച്ചു നിൽക്കണമെന്ന് വിചാരിച്ചോ? അപ്പം നമ്മൾ ആരായി മാറും? പാറയായിട്ടാണ് മാറുന്നത്. പിന്നെ ഭവനം പണിയാൻ എളുപ്പമായിരിക്കും ദൈവത്തിന്. ഉടമ്പടി നിബന്ധനകളെ നമ്മളെ ആരാക്കി മാറ്റും? പാറയാക്കി മാറ്റും. നിബന്ധനകളാണ് പ്രശ്നം. ഉടമ്പടി നിബന്ധനകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴേ പത്രോസ് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യനെ ഭൃത്യൻ്റെ പെട്ടലിക്കിട്ട് വെട്ടിയില്ലേ വാളൂരി? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിൻ്റെ വാള് ഉറയിലിടുക എന്ന് പറഞ്ഞല്ലേ. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം, യോഹന്നാൻ്റെ സുവിശേഷം 18:11, നിൻ്റെ വാള് ഉറയിലിടുക. പക്ഷേ ആ ഒരു കാലാവസ്ഥയിൽ പത്രോസിനോട് ഈശോ അങ്ങനെ പറയണത് ബുദ്ധിപരമാണോ? അല്ല. കാര്യം കർത്താവിന് കൈകൊണ്ട് പോലും പത്രോസിനെ സഹായിക്കാൻ പറ്റാത്ത രീതി കൈ വെട്ടിച്ചിരിക്കുക. ഉള്ള കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും രാജ്യം വിട്ടു പോയി. പത്രോസ് ഒറ്റയ്ക്ക് നിന്ന് കർത്താവിന് വേണ്ടി പൊരുതുക. യൂദാസിനോടാണ് കർത്താവ് വാളുറയിടാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂദാസ് പറയും, കർത്താവ് ഇപ്പം എല്ലാം ഞാൻ അനുസരിക്കും, ഇപ്പം അനുസരിക്കത്തില്ല, അനുസരിച്ച് കഴിഞ്ഞാൽ ഇവരെൻ്റെ പെടലിയെടുക്കും, ഇപ്പോഴും ഞാൻ വാളുറയിൽ വചനം അനുസരിക്കുന്നത് വിവേകമല്ല, ജീവൻ പണയം വെച്ചുള്ള വചനം അനുസരിക്കലൊന്നും വേണ്ട. ഇല്ലേ? അതാണ് സംഭവം. അപ്പോഴെന്തുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു വാളുറയിലിടാൻ? എന്താ? അവനവൻ്റെ ജീവനേക്കാളും കർത്താവിൻ്റെ വചനം അനുസരിക്കുമെന്ന്
കർത്താവ് പത്രോസിൽ വിശ്വസിക്കുന്ന കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ എന്താണ് കരുതേണ്ടത്? ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നെ നിർബന്ധിക്കുമ്പോൾ എന്താണ് നീ കരുതേണ്ടത്? നിന്നെ കർത്താവ് പത്രോസിൻ്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ അല്ലെങ്കിൽ പാലിക്കാൻ പ്രയാസമുള്ള വചനങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥമായി തീരുമ്പോൾ, അത് നിന്നോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നിന്നെ ആരായിട്ട് കരുതുന്നു? പത്രോസായിട്ട് കരുതുന്നു. പത്രോസായിട്ട് കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? എന്ന് വിളിക്കും. പത്രോസായിട്ട് നിന്നെ കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? റോക്ക്. ഐ ആം ദിസ് റോക്ക്, ഐ ഷുഡ് ബിൽഡ് മൈ ചർച്ച്. അല്ലേ? ഞാൻ നിന്നെ പാറ എന്ന് വിളിക്കും. പിന്നെ എന്താ കർത്താവ് പറയണ അടുത്ത വാക്കിലെ? ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. ദൈവവേദലേ, നിന്നെ പാറയെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് നിൻ്റെ മേൽ ആധ്യാത്മിക ഗോപുരങ്ങൾ, സ്വർഗീയ ജലസരം പണിയാൻ എളുപ്പമായിരിക്കും. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം? ദൈവവചനം കേൾക്കുകയും, ഒന്ന് പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷമാണ് 7:24. മത്തായി 7:24. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. മക്കളെ, ദൈവവചനം കേൾക്കുകയും പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന് ദൈവവചനം കേൾക്കുക, രണ്ടാമത്തെ എന്താണ്? അതാണ് സംഭവം. ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകളിലൂടെ അതാണ് ചെയ്യണത് ഇല്ലേ? ഉടമ്പടി നിബന്ധനകൾ നമ്മളെ പാറയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കാര്യം അതാണ്. ഇപ്പം ചേച്ചി പറഞ്ഞില്ലേ, ഇത്രയും കൂടി വെയിറ്റ് ചെയ്യുമോനെ എന്ന് പറഞ്ഞില്ലേ? ഉച്ചയായി അമ്മേ, മെയിലൊന്നും വന്നില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞ ഡേറ്റായി 8-ാം തീയതിയായി, ഉച്ചയായി, മെയിലൊന്നും വന്നില്ല. അപ്പോൾ അമ്മ എന്നാ പറയണത്? ഇത്രയും കൂടി വെയിറ്റ് ചെയ്യുമോനെ എന്ന് പറയും. കാര്യം അമ്മയുടെ ആ ഒരു വിശ്വാസത്തിലാണ് കർത്താവ് മകൻ്റെ ജോലി കൊടുക്കുന്നത്. അവൻ്റെ കഴിവിലല്ല, അവൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ വിശ്വാസത്തിലാണ്. വിശ്വാസം എന്താണ് ചെയ്യണത്? നമ്മൾ വിശ്വാസം ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച് കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ച് കൊടുക്കണം. ഈ വിശ്വാസം പ്രഖ്യാപിക്കണേ. എന്തെങ്കിലും വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനം പോയി, ചട്ടാനിയന്മാർ തമ്മിൽ ഭാഗോടമ്പടി പ്രകാരം കൊണ്ട ബഹളമാണ്, വഴക്കാണ്. ചിലപ്പോൾ നിൻ്റെ അപ്പനായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് കള്ളന്മാർ ചവിട്ടി ചടൻ്റെ കൂടെ അനിയൻ്റെ കൂടെ ചേർന്ന് വിചാരിച്ചോ, മിക്കവാറും നീ ഉപ്പ് റിട്ടേവ് എടുത്ത് ഇറങ്ങേണ്ടി വരുമായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളോർക്കും, നമ്മളെ കണ്ണീരിടും, കർത്താവേ ഇറങ്ങേണ്ടി വരുമല്ല, ഇറങ്ങേണ്ടി വരുക. എൻ്റെ ദൈവമേ, നീ ഇറങ്ങിയാൽ എവിടെ കോട്ടെ ഇറങ്ങണത്? വിശ്വാസി കർത്താവിൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങണത്, അല്ല നീ നിരത്തിലോട്ട് ഇറങ്ങത്തൊന്നുമില്ല. നിന്നെ നിരത്തിലോട്ട് ഇറക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ലെന്ന് കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിലെ നിനക്ക് താങ്ങാനാവാത്ത ഒരു വചനം നിറവേറ്റാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ ദൈവം നിന്നെ പത്രോസിൻ്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്ല, ദൈവം നിന്നെ കൈവിട്ടെന്നല്ല കാണേണ്ടത്. നിനക്ക് താങ്ങാനാവാത്തൊരു വചനം പാലിക്കാൻ നിന്നോട് നിർബന്ധിക്കുമ്പോൾ ദൈവം നിന്നെ പത്രോസിൻ്റെ സ്ഥാനത്ത് കാണുന്നു. അങ്ങനെ പത്രോസിൻ്റെ സ്ഥാനത്ത് കണ്ടാൽ ദൈവം നിന്നെ ആ വചനം കടുകട്ടിയായ വചനങ്ങൾ പാലിച്ചാൽ നീ ആരായി മാറും? പാറയായി മാറും, ഇല്ലേ? ഇപ്പോൾ ഒരു പാറയായ ഒരു മകൻ പെട്ടെന്ന് മാറില്ല. ഉടമ്പടി ചെയ്യുമ്പോൾ
ഉടമ്പടി ചെയ്തപ്പോൾ 189 ദിവസം മദ്യപിക്കാതെ ഇരുന്ന ആളാണ് ഇല്ലേ? 189 ദിവസം. അതിൻ്റെ അർത്ഥം വർഷങ്ങളായിട്ട് അദ്ദേഹം മദ്യപിക്കുന്നു. ഉടമ്പടി കർത്താവിനോട് ചെയ്തപ്പോൾ ആ മനുഷ്യൻ പാറയായി മാറുകയാണ്. എൻ്റെ പേര് വിനു, മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ ആദ്യം വന്ന് 1-ാം തീയതി വന്നു ഇവിടെ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വന്നു ഉടമ്പടി എടുത്തേക്കാന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു, എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ലേശം കൂടണം എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി ഇരുന്ന് ഗ്ലാസ്സിൽ സാധനമൊക്കെ ഒഴിച്ച് വെച്ച് കുടിക്കാൻ വേണ്ടി നോക്കാം, എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അന്ന് ഞാൻ അവിടെ അത് വെച്ച് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത്. എൻ്റെ വല്യമ്മയും അപ്പനും അത്യാവശ്യം നാടൻ കാച്ചുന്ന ആൾക്കാരായിരുന്നു. അന്നേരം ഇവർ നാടൻ കാച്ചി പുറമേ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് കട്ടിൻ്റെ അടിയിലാണ് ഇത് വയ്ക്കുക. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എടുത്ത് കുടിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ കുടിച്ച് നല്ല മോശമില്ലാത്തൊരു രൂപത്തിൽ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ ജനുവരി 1-ാം തീയതി ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇന്ന് വരെ ഞായറാഴ്ച ഞാനൊരു വർക്കിംഗ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും എനിക്ക് ഈ സാധനം എടുത്തു വെച്ചു. പക്ഷേ എനിക്ക് ആ സാധനം കൈ കൊണ്ട് തൊടാനോ കുടിക്കാനോ തോന്നിയിട്ടില്ല. ഇപ്പോൾ 1 മാസമായി ഞാൻ കുടിക്കാണ്ടായിട്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് അമ്മ തന്ന കാരുണ്യത്തിന് ഒത്തിരി നന്ദി പറയുന്നു. സാക്ഷ്യം പറഞ്ഞത് 12 വയസ്സ് മുതൽ ഞാൻ മദ്യപിക്കുന്നതാണ്. 30 കൊല്ലമായി മദ്യപിക്കുന്നു. ഞാൻ മദ്യപിക്കാൻ കാരണം എന്താ? എൻ്റെ അമ്മമ്മയും അപ്പാപ്പനും പാറ്റുകാരായിരുന്നു. നടൻ മാറ്റണ ആളാ. അങ്ങയുടെ ഭാഷ പറഞ്ഞത് നടൻ കാച്ചണ ആൾക്കാരായിരുന്നു എന്ന് വെച്ചാൽ വാറ്റി കുടിക്കണ ആൾ. വാറ്റിയിട്ട് സാധനങ്ങൾ എടുത്ത് വാറ്റിയിട്ട് കട്ടിൻ്റെ അടുത്ത് ആഴെ വെക്കും. 12 വയസ്സുള്ള ഞാൻ പോയി അതൊന്ന് രുചിച്ച് നോക്കും. അങ്ങനെ കുടിച്ച് 30 കൊല്ലമായി ഞാൻ കുടിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി ചെയ്ത് മാതാവിൻ്റെ മുമ്പിൽ പാലിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കെട്ടിടം പണിയാണ് പരിപാടി. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ ഒഴിച്ചു വെക്കുന്നുണ്ട് പഴയ ഓർമ്മയ്ക്ക്. പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റണില്ല. എൻ്റെ കാര്യം അയാൾ പാറയായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ പാറമേൽ കർത്താവിൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ, അത് പാലിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഉടമ്പടി നിന്നെ പാറയാക്കുമെന്ന് പറയുമ്പോൾ മത്തായി 7:24 നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണത്. എന്താണ് സംഭവിക്കണത്? എൻ്റെ വചനം കേൾക്കുകയും അതിന് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഈ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ വിശ്വാസത്തിന്റെ പാറയായി മാറിയ ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, നമ്മളെ പാറയായി മാറ്റുന്നത് ആരാ? വിശ്വാസമാണ്. നമ്മളെ പാറയായി മാറ്റുന്നത് ആരാ? വിശ്വാസമാണ്. റോമാ 10:9 വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസം കൂടുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം കൂടി നമ്മൾ പാറയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, റോമാ 10:9 അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് മത്തായി 7:24 പ്രകാരം അത് പാലിച്ച് വചനം പാലിച്ച് പാറയായി മാറാൻ കർത്താവേ ഈ പാറമേൽ കർത്താവിന്റെ ഭവനം പണി ചെയ്യുന്ന മത്തായിയുടെ സുവിശേഷം 16:18 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്താൽ ദൈവിക പദ്ധതികളെ നടപ്പിലാക്കുവാൻ നിവൃത്തിയാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.